ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വില കൊടുത്തിട്ട് ബ്യൂട്ടി പാർലറിലെല്ലാം പോയിട്ട് മുടി സ്ട്രെയിറ്റ് എല്ലാം ചെയ്യാറുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. ശരിക്കും വീട്ടിൽ തന്നെ നമുക്കൊരു അടിപൊളി ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു ഹെയർ പാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചുരുള മുടിയുള്ളവരാണെങ്കിൽ അവരുടെ മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാനും അതുപോലെ തന്നെ ഉള്ളോടുകൂടി വളരാനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണിത്. ഇത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. പെട്ടെന്നൊരു പാർട്ടിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മുടിക്ക് നല്ല ഉള്ള് തോന്നിപ്പിക്കും വിധത്തിൽ നല്ല എന്താ പറയുക, നല്ല ബൊക്ക പോലെ നിൽക്കുന്നെല്ലാം പറയില്ലേ, അതേപോലെയെല്ലാം മുടി നിൽക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണിത്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാർ എടുക്കുക. ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒരു മുട്ടയുടെ വെള്ളം മാത്രം പൊട്ടിച്ച് വയ്ക്കുക. മഞ്ഞ വീണ് പോയരുത് കേട്ടോ. മഞ്ഞ വീണാൽ ഭയങ്കര ഒരു വൃത്തിയായിട്ട സ്മെല്ലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് വെള്ളം മാത്രം മാറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ വെള്ളം മാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി മാത്രം ഇട്ട് കൊടുക്കുക. നിങ്ങളെ വലിയ മുടിയാണെങ്കിൽ, അതായത് മുട്ടിൻ്റെ താഴെയുള്ള അത്ര വലിയ മുടിയാണെങ്കിൽ മാത്രം ഒരു സവാള ഫുള്ള് നിങ്ങൾക്ക് എടുക്കുക. അല്ലാത്തവർക്കെല്ലാം അര സവാള മാത്രം മതി. അതും മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം, ഒണിയൻ ഓയിൽ യൂസ് ചെയ്യാം. ഇനി ഞാൻ 1 ടേബിൾ സ്പൂണോളം മാത്രം ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം മാത്രമേ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ തന്നെ എടുത്ത് ഒഴിക്കണം. തേങ്ങാപ്പാൽ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഞാനൊരു 5 മിനിറ്റ് ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. 5 മിനിറ്റ് തന്നെ അടിക്കണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ 5 മിനിറ്റ് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് ഞാൻ നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നമ്മളെ മുടിക്ക് കെട്ടെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് അയച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വാരുക മുടി. അതിനുശേഷം ഇത് നെറ്റി മുതൽ നമ്മുടെ തലയൊട്ടിയിലേക്കും അതേപോലെ തന്നെ മുടിയിലേക്കും നല്ലോണം ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുക. നല്ലോണം പിടിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ചീർപ്പ് ഉപയോഗിച്ചിട്ട് മുടി വാരുക. നല്ലോണം ചീകി കൊടുത്തതിന് ശേഷം അതൊരു 10 മിനിറ്റ് അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ ഒരു പാക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഈ ഒരു പാക്ക് അതിൻ്റെ മേലെ തന്നെ തലയോട്ടിയിലും മുടിയിലെല്ലാം പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ചീകി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഒരു 10 മിനിറ്റ് കൊണ്ട് വീണ്ടും ഉണങ്ങും. അപ്പോൾ അത് പിന്നെയും ഇട്ട് കൊടുക്കുക. അതായത് ഇങ്ങനെ 3 പ്രാവശ്യം ഈ സെയിം സ്റ്റെപ്പ് ചെയ്യുക. അതായത് തേച്ചതിന് ശേഷം ഒന്ന് വാരിയിട്ട് കൊടുക്കുക, ഉണങ്ങിയാൽ വീണ്ടും ഒന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യുക. എന്നിട്ട് 3ാമത്തെ പ്രാവശ്യം ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ വളരെ വീര്യം കുറഞ്ഞൊരു ഷാമ്പു ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കഴുകിയെടുക്കാവുന്നതാണ്. കഴുകിയെടുത്തതിന് ശേഷം മുടി ഒന്ന് ഡ്രൈ ആയാൽ നല്ലോണം ഒന്ന് വാരി നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മുടിക്ക് വന്നിരിക്കുന്ന ഒരു മാറ്റം. നല്ല സ്മൂത്തും സിൽക്കിയും ആയിട്ടുണ്ടാവും മുടി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യാന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ലതാണ് കേട്ടോ. ഇതിൽ ആഡ് ചെയ്ത എല്ലാ സാധനങ്ങളും മുടിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.